ഫിനിക്സ് ഫ്രണ്ട്സ് എന്റർടൈൻമെന്റിലോട്ട് ഏവർക്കും സ്വാഗതം. അനോമി നമ്മുടെ റഹ്മാൻ നായകനും ഭാവന നായികയുമായിട്ട് എത്തിയ ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് അനോമി. ഇത് സംവിധാനം ചെയ്തിരിക്കുന്ന റിയാസ് മാറാത്താണ്. ഇതിന്റെ നിർമ്മാണത്തിൽ നമ്മുടെ ഭാവനയും പങ്കാളിയായിട്ടുണ്ട്. ഈ ചിത്രത്തിന്റെ പകുതി ഷൂട്ടിങ്ങിന് കഴിഞ്ഞതിന് ശേഷം ഇവരുടെ ക്വാളിറ്റി മനസ്സിലാക്കിയതിന് ശേഷമാണ് ഭാവന ഇതിനകത്ത് നിർമ്മാണ പങ്കാളി ആയത് എന്ന് ഭാവന പറയുന്നുണ്ട്. ഈ സിനിമ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും മറ്റ് അന്യഭാഷയിലും ചിത്രം റിലീസ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് റഹ്മാനെയും ഭാവനനെയും കൂടാതെ അഭിനയിച്ചിരിക്കുന്നത് അർജുൻ ലാല്, ബിനു പപ്പു, വിഷ്ണു, ഷെബിൻ ബെൻസൺ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ആവറേജിലും താഴെയുള്ള ഒരു ഫസ്റ്റ് ഹാഫും ആവറേജിൽ മുകളിൽ നിൽക്കുന്ന സെക്കൻഡ് ഹാഫും അവസാനം ക്ലൈമാക്സിലോട്ട് എത്തുമ്പോൾ ഒരു മോശമല്ലാത്ത ക്ലൈമാക്സിലും എത്തിച്ച ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ സിനിമയെ പറ്റി എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ആവറേജിലും താഴെയുള്ള ഫസ്റ്റ് ഹാഫും കുഴപ്പമില്ലാത്ത സെക്കൻഡ് ഹാഫും ഒക്കെ ആണെങ്കിലും അവസാന അരമണിക്കൂർ മാത്രമേ നമ്മളെ ത്രില്ലടിപ്പിക്കുന്നു. അപ്പോൾ ആ ഇതുകൊണ്ട് മാത്രം പടം കുഴപ്പമില്ല, മോശമില്ല, നല്ലതെന്ന് പറയാൻ പറ്റുന്നില്ല. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എൻ്റെ മാത്രം അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഒരു കണ്ടിരിക്കാം, കുഴപ്പമില്ല എന്നുള്ള ഒരു സിനിമയാണ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആവറേജിലും മേളിൽ ഹിറ്റിലും താഴെ എന്നുള്ള രീതിയിലാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്. അപ്പം ഇതിൻ്റെ മൊത്തം വിശേഷങ്ങളിലോട്ട് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻ്റ് ആയിട്ടൊന്ന് അറിയിക്കുക. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇതിൻ്റെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ സിനിമയുടെ അഭിനേതാക്കൾ ഭാവന എന്ന് പറയുന്ന ആള് തന്നെയാണ് ഇതിന് പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ റഹ്മാൻ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നവരല്ല. റഹ്മാന്റെ റോൾ ഒരു അലസനായ ഒരു പോലീസ് ഓഫീസറാണ്. അലസനും മടിയനുമായ ഒരു പോലീസ് ഓഫീസറായിട്ടാണ് ഇതിനകത്ത് റഹ്മാൻ അഭിനയിക്കുന്നത്. അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും ആള് സ്ട്രോങ് ആവുന്ന രീതിയിൽ ആദ്യമൊക്കെ അലസനും പിന്നെ സ്ട്രോങ് ആയിട്ട് വരുന്ന ഒരു കഥാപാത്രമാണ്. അതേപോലെ തന്നെ നമ്മുടെ ഭാവന ഇതിനകത്ത് ഒരു ഫോറൻസിക് ഉദ്യോഗസ്ഥ ആയിട്ടാണ് അഭിനയിക്കുന്നത്. ഭാവനയുടെ റോള് എല്ലാം ഭാവന നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പേ ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ ഫോറൻസിക് ഒരു ആൾ ചെയ്തിട്ടില്ലെങ്കിലും ഈ രീതിയിലുള്ള കഥാപാത്രങ്ങളെ അഭിനയ രീതിയിലുള്ള കഥാപാത്രങ്ങളെ ഭാവനയ്ക്ക് മുമ്പേ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഭാവനയ്ക്കും അത് വലിയ പ്രശ്നമായിട്ട് തോന്നില്ല. പിന്നെ അർജുൻ ലാല് ഒരു മികച്ച പ്രകടനമാണ്. അദ്ദേഹത്തിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് നല്ല സിനിമകൾ കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നവും, കിട്ടുന്ന സിനിമയിൽ ചെറിയ റോളിൽ ഒതുങ്ങിപ്പോവുകയും ചെയ്യുന്ന ഒരാളാണ്. മിക്ക സിനിമയിലും ഈ സിനിമയിലും അതേ വലിയൊരു റോൾ ഉണ്ടെന്ന് ഞാൻ പറയില്ല. ഇത് സിനിമ കണ്ടിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഇതിനകത്ത് അദ്ദേഹത്തിന്റെ അഭിനയം എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്നത് അദ്ദേഹത്തിന്റെയാണ്. കാരണം ഒരു നഷ്ടബോധവും ഒരു വിഷമവും എന്നൊരു ദേഷ്യവും സങ്കടവും എല്ലാം കൂടെ ഒരേ സമയത്ത് മുഖത്ത് വരുത്തി അഭിനയിക്കുന്ന ഒരു പാടാണ്. അത് അദ്ദേഹം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ള കഥാപാത്രങ്ങൾ അഭിനയം എല്ലാം മോശമില്ലാത്ത രീതിയിൽ എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ തിരക്കഥ എന്ന് പറയുന്നത് ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫ് ഭയങ്കര സ്ലോ ആയിട്ടാണ് പോയത്. സെക്കൻഡ് ഹാഫിലോട്ട് എത്തുമ്പം പടം കുറച്ച് മേളിലും പിന്നെ അവസാനമാകുമ്പം ഈ സൂയിസൈഡാണോ ശരിക്കും, അഥവാ കൊലപാതകമാണോ, ഇത് ആര് ചെയ്യുന്നു, എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ് ഈ സിനിമയിലോട്ട് ചുരുളഴിയേണ്ടത്. അത് എങ്ങനെയാണ് ഇവർ അഴിച്ചു കൊണ്ടുപോകുന്നത്, ഒന്നും ഏത് രീതിയിലോട്ടാണ് ഇൻവെസ്റ്റിഗേഷൻ ഒന്നും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇതിന്റെ തിരക്കഥയും കഥയൊക്കെ നല്ല തിരക്കഥയും കഥയൊക്കെയാണ്. ആദ്യമൊക്കെ ഇത് സംവിധാനം ചെയ്തതിൽ ആണോ ഒരു സ്ലോ പേസ്, നമുക്കൊരു ത്രില്ല് തരാതെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കണ്ടുപോകുന്ന പോലെയാണ് തോന്നിയത്. അവസാനമൊക്കെ ആയി കഴിയുമ്പം അത് മാറ്റി നമുക്കൊരു ട്വിസ്റ്റ്, പ്രതീക്ഷിക്കാതെ ഈ സിനിമ ഇങ്ങനെ പോകുമെന്ന് തോന്നുന്ന സമയത്ത് ഒരു ട്വിസ്റ്റുകൾ കൊണ്ട് നമ്മളെ ആ സിനിമയിലോട്ടൊന്ന് പിടിച്ചിരുത്തുന്നുണ്ട് അവസാന ഒരു അരമണിക്കൂർ സമയം. അതാണ് ഈ സിനിമയുടെ മെയിൻ ആയിട്ടും. ആ സിനിമ നമുക്ക് കണ്ടിരിക്കാൻ ആ സമയത്ത് ഈ സമയത്തെങ്കിലും അരമണിക്കൂർ നമുക്ക് ആ സിനിമ ഒരു എൻജോയ്മെന്റ് തന്നിട്ടുണ്ട്. വെറും പൊളി അല്ലെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞില്ല. അവസാന നിമിഷങ്ങളിൽ നമുക്ക് പടം രസമായിട്ട് തോന്നുന്നുണ്ട്. ആ സമയത്തുള്ള ആ സിനിമയുടെ ആ ഒരു പ്ലോട്ട് ഭയങ്കരമായിരുന്നു. അത് അവർ നല്ല രീതിയിൽ തുടക്കം മുതൽ ഇതിനെ വെച്ച് ചെയ്ത് നല്ല രീതിയിൽ എടുത്തു വന്നിരുന്നെങ്കിൽ ഭയങ്കര ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. തിരക്കഥയൊക്കെ അവർ നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ മേക്കിങ്ങിൽ ചെറിയ പാളിച്ചകൾ വലിയൊരു ഇതായിട്ട് എനിക്ക് പറയാനും പറ്റുന്നില്ല. പശ്ചാത്തല സംഗീതമൊക്കെ ചില സ്ഥലങ്ങളിൽ ഒരു സൗണ്ട് കൂടുതലായി പോയ പോലെയും ഒക്കെ തോന്നി. പിന്നെ ഇതിന്റെ സംഘടനം എന്ന് പറയുന്നത് മോശമല്ലാത്ത രീതി ചില സ്ഥലങ്ങളിൽ നമുക്കിങ്ങനെ ഫൈറ്റ് ഇവർ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ച പോലത്തെ ഫൈറ്റ് ആയിട്ട് ചില സമയങ്ങളിൽ തോന്നുന്നുണ്ട്.
അപ്പോൾ ഈ സിനിമ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പം തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു സിനിമയല്ല. ഒരു ആവറേജിലും മേളിൽ ആയിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം അവസാനത്തെ ആ ഒരു അരമണിക്കൂർ കൊണ്ടാണ് എനിക്കത് അങ്ങനെ വന്നത്. മോശം, കുഴപ്പമില്ല, കണ്ടിരിക്കാം എന്ന് തോന്നിയത് അവസാന അരമണിക്കൂർ ഉള്ളത് കൊണ്ടാണ്. അതില്ലെങ്കിൽ ഈ സിനിമ ഒന്നുമില്ലായിരുന്നു. അവസാന അരമണിക്കൂറിൽ നമുക്ക് ആ സിനിമയിൽ നിന്ന് ഇവർ ഉദ്ദേശിച്ച് എന്താണെന്ന് ആ അവസാന അരമണിക്കൂറിൽ നമുക്ക് തരുന്നുണ്ട്. ആ സമയം എൻജോയ്മെന്റ് ഉണ്ട്, ആ സമയം ത്രില്ല് തരുന്നുണ്ട്, ആ സമയത്ത് ട്വിസ്റ്റ് തരുന്നുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാവരുടെയും പ്രകടനം എല്ലാം നല്ലതാണ്. എന്നാലും മൊത്തത്തിൽ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഈ അവസാനത്തെ ഇത് കാണാൻ വേണ്ടി ഇത്രയും സമയം നമ്മളെ ഇങ്ങനെ ഇരിക്കുക എന്നുള്ളത് ഭയങ്കര പാടാണ്. അതുകൊണ്ട് നിങ്ങൾ സിനിമ പോയി കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും നിങ്ങൾ ഇറക്കി. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.